നമ്മളുടെ മൊത്തത്തിൽ വന്നിരിക്കുന്ന ലൈഫ് സ്റ്റൈലില് പ്രോബ്ലമാണ്. അപ്പൊ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാരണം ഏത് ക്യാൻസർ ആണേലും അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ലൈഫ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന പ്രോബ്ലം കൊണ്ട് നമ്മളുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിൻ, അത് വൈറസും ആകാം. ഇപ്പം സർവൈക്കൽ ക്യാൻസറിന്റെ കാര്യത്തിൽ വൈറസ് ആകാം. ഇപ്പോൾ പ്രീമാരിറ്റൽ സെക്സും ഒക്കെ കൂടി വരുന്ന കാലം ഇനിയിപ്പം നമ്മളത് കൂടുതൽ പ്രതീക്ഷിക്കണം. കാരണം യങ്ങർ ഏജിൽ സെക്ഷൽ ആക്ടിവിറ്റി വരികയും മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അതുകൊണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് ഈ സർവൈക്കൽ ക്യാൻസറിന്റെ കാര്യത്തിൽ ഇപ്പോൾ കുട്ടികളെയൊക്കെ വാക്സിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒരു പക്ഷേ അതിലേക്കുള്ള കൂടുതൽ വരാതെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെയുള്ള ഒരു ആസ്പെക്ട് സർവൈക്കൽ ക്യാൻസറിന് വരും. കാരണം അതൊക്കെ കൂടി വരുവാണെങ്കിലും വാക്സിൻ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ സേഫ് ആകാൻ നിൽക്കാം. പിന്നെ എൻഡോമെട്രിയൽ ക്യാൻസറിന്റെ മെയിൻ ഇതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഡയബറ്റിസ്, ഒബേസിറ്റി കൂടുന്നു, ഹൈപ്പർ ടെൻഷന്, ഡയബറ്റിസ് ഇതെല്ലാം കൂടുന്നതനുസരിച്ച് ക്യാൻസറിന്റെ സാധ്യതയും കൂടും. നമ്മൾ വളരെ വളരെ നമ്മൾ വിഷമം വരുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 28 വയസ്സ് 26 വയസ്സിലൊക്കെ എൻഡോമെട്രിയൽ ക്യാൻസർ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ പലപ്പോഴും നമ്മൾ ഈ ഫെർട്ടിലിറ്റി പ്രിസർവേഷന് വേണ്ടിയിട്ട് നമുക്ക് പലതും ചെയ്യാം. പക്ഷേ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ എന്ന് പറഞ്ഞ് ഉടനെ പോയി എഗ്ഗ് നമ്മൾ എഗ്ഗ് എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കുന്ന ഒരു ടെൻഡൻസിയാണ്. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പേഷ്യൻ്റ്, അത് ഐ ഫെൽറ്റ് വെരി ബാഡ്. ഒരു കറക്റ്റായിട്ട് പോയി എന്ന് എനിക്ക് തോന്നാത്തത്, മേ ബി അല്ലാതെ ജനറലി പോകുന്നതിനൊന്നും കുഴപ്പമില്ല. അതൊരു ലേറ്റ് 28 to 29 ഇയേഴ്സേ ഉള്ളൂ. അവർക്കൊരു കുറച്ചൊരു ബ്ലീഡിങ് കൂടുതലുണ്ടായിരുന്നു കുറച്ച് മാസമായിട്ട്. ഒരു സ്കാനിങ് വന്ന ഒരു ന്യൂസിലൻഡ് അതർ കൺട്രിയാണ്, കാനഡയോ ന്യൂസിലൻഡോ സംഭവം. അപ്പോൾ അവിടെ വെച്ച് അവർക്ക് ബ്ലീഡിങ് കൂടുതൽ വന്നു. അപ്പോൾ അവിടെ കാണിക്കാനും ഒക്കെ കുറച്ച് ഡിഫിക്കൽറ്റിയും കിട്ടാനും ഒക്കെ ഇതുണ്ടായി. പക്ഷെ അവിടെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞു അവർ നാട്ടിൽ വന്നു. നോക്കിയപ്പം ഓവറിൽ എന്തോ ഒരു മഴ പോലെ ഉണ്ടായിരുന്നു. വിട്ടത് ഇത് ലുക്ഡ് ഇൻ ടു ആൻഡ് ഒരു ഓവറിയിലേക്ക് ഇത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ ഓവറി റിമൂവ് ചെയ്തു. അപ്പം മറ്റേ ഓവറിയിൽ ഈ എൻഡോമെട്രിയത്തിലും ക്യാൻസർ ഉണ്ടെന്ന് കണ്ടു. പക്ഷെ അവരൊരു 2 months വെയിറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? എഗ്ഗ് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊരു ഹോർമോൺ റെസ്പോൺസീവാണ്. ഈ എഗ്ഗ് ഐ വി എഫിനൊക്കെ വേണ്ടിയിട്ട് എഗ്ഗ് മൾട്ടിപ്പിൾ എഗ്സ് ഉണ്ടാക്കിയിട്ട് അതിനെ എടുത്ത് പ്രിസർവ് ചെയ്ത് വെക്കാൻ പോകുന്നത് ഒരു വലിയൊരു റിസ്ക്കാണ്. രോഗം കൂടാനുള്ള സമയമാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.